ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓവർസീസ് വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ന്യൂസിലൻഡ് പാത്വേ വഴി ഓസ്ട്രേലിയയിലേക്ക് വരാൻ ഇപ്പോഴും സാധിക്കുമോ? ന്യൂസിലൻഡ് പാത്വേ ഇപ്പോഴും നിലവിലുണ്ടോ? അതുപോലെ എങ്ങനെയാണ് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുക്കുന്നത്? ഇപ്പോൾ ന്യൂസിലൻഡ് രജിസ്ട്രേഷന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ടാസി 360യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ, ഗൾഫ് കൺട്രീസ്, അതുപോലെ സിംഗപ്പൂർ, USA, അല്ലെങ്കിൽ കാനഡ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നഴ്സുമാർക്കും ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയക്ക് വരാൻ പറ്റും. പക്ഷേ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് മുന്നത്തിനേക്കാളും. അതുപോലെ അവർ പറയുന്ന രണ്ട് കണ്ടീഷൻസ് പറയുന്നത് ഏതെങ്കിലും ഒരു ഓവർസീസ് രജിസ്ട്രേഷൻ കൗൺസിലുമായിട്ട് നമ്മൾ രജിസ്റ്റേർഡ് ആയിരിക്കണം. അതുപോലെ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്താൽ നമ്മൾക്ക് ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് CGFNSനെ കൊണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് പഴയ പോലെ തന്നെയാണ്. നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് വേണം. ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാസ്പോർട്ടും ഗവൺമെൻറ് ഇഷ്യൂഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ID. അങ്ങനെ ആ രണ്ട് ഡോക്യുമെൻറ്റ്സും നമുക്ക് വെരിഫൈ ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ കറൻറ്റ് രജിസ്ട്രേഷൻ, നമുക്ക് ലാസ്റ്റ് 10 വർഷത്തിനുള്ളിൽ നമുക്കുണ്ടായിരുന്ന നഴ്സിംഗ് രജിസ്ട്രേഷൻ ഏതാണോ അത് നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റിൻ്റെ ഉണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യത്തിൻ്റെ ഉണ്ടോ അവിടുത്തെ എല്ലാം നമുക്ക് വേണം. അതെല്ലാം നമുക്ക് വെരിഫൈ ചെയ്യിക്കേണ്ടതുണ്ട്. നിങ്ങൾ അടുത്ത് വേണ്ടത് നിങ്ങളുടെ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ അതായത് ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ള, നിങ്ങളിപ്പം BSc ആണെങ്കിൽ അത്, അതല്ലെങ്കിൽ GNM, അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ആ ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അയച്ചു കൊടുക്കാനുണ്ട്. അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, IELTS അല്ലെങ്കിൽ OET അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലാംഗ്വേജ് ടെസ്റ്റ് ആണോ എഴുതിയത് അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട് നമുക്ക് അവർക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് വെരിഫൈ ചെയ്യിക്കണം. ലാസ്റ്റ് വേണ്ടതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. അതായത് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് ആണ് അവർ കണക്കാക്കുന്നത്. അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ പറയുന്ന മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നവർക്ക് മണിക്കൂറാണ് പറയുന്നത്. മിനിമം 1800 hours, 1800 മണിക്കൂർ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് 1800 മണിക്കൂറെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആ എക്സ്പീരിയൻസ് ആണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് എന്ത് ഡോക്യുമെൻ്റ് ആണോ അതുള്ളത് അതും കൂടെ നമ്മൾ CGFNSന് അയച്ചു കൊടുക്കുന്നു. അവർ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് നമുക്കൊരു റിപ്പോർട്ട് തരും. അതായത് എയ്തർ നമ്മൾ ഇത് പാസ്സായി, അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എങ്ങനെയാണോ നമുക്കൊരു റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് ആ റിപ്പോർട്ട് നമുക്ക് ന്യൂസിലൻഡ് കൗൺസിലിന് അയച്ചു കൊടുക്കണം. അങ്ങനെയാണ് അത്രയും ചെയ്താൽ മാത്രമാണ് നമുക്ക് ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ CGFNS നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ന്യൂസിലൻഡിന് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാണ് വന്ന ഒരു മെയിൻ മാറ്റം വന്നിരിക്കുന്നത്. അവർ പുതിയതായിട്ട് ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതായത് 2 ഓൺലൈൻ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യണം ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ, അതായത് രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുന്നേ. ബേസിക്കലി അത് ഫ്രീ കോഴ്സാണ്. നമ്മൾ ഇവിടെ വന്ന് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എവിടെയാണോ അവിടെ ഉള്ളത് നമുക്ക് അവിടെ വെച്ച് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ന്യൂസിലൻഡിലെ നഴ്സിംഗ് പ്രാക്ടീസിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. അതായത് ഓരോ രാജ്യത്തെയും പ്രാക്ടീസ് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ രീതികൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ കൾച്ചറിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കോഴ്സാണ്. അതൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് ഫിറ്റ്നസ് ടു പ്രാക്ടീസ് ചെക്ക്. അതായത് നമ്മുടെ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക്, അതായത് പോലീസ് ക്ലിയറൻസ് എടുക്കണം. എവിടെയൊക്കെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ എല്ലാം PCC നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇനി വരുന്ന സ്റ്റെപ്പാണ് കോമ്പീറ്റൻസ് അസസ്മെൻറ്റ്. അതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ ഇങ്ങനെ ഒരു കോമ്പീറ്റൻസ് അസസ്മെൻറ്റ് ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ എന്താ ചെയ്തത് വെച്ചാൽ UK രജിസ്ട്രേഷൻ നേരെ ന്യൂസിലൻഡ് രജിസ്ട്രേഷനായിട്ട് CGFNS കഴിഞ്ഞ് കൺവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് APC എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് എടുക്കാണ്ട്, ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ആപ്ലിക്കേഷന് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം ആ സംഭവത്തിന് പകരം അവർ ഇടയ്ക്ക് ഒരു കോമ്പീറ്റൻസ് അസസ്മെൻറ്റും കൂടെ കയറ്റി. അതായത് ഒരു പ്രാക്ടിക്കൽ അസസ്മെൻ്റ് ആണ്, പ്രാക്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ അസസ്മെൻ്റ് ആണ്. നമ്മുടെ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻസും നമുക്ക് ഡിഗ്രിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് നോളജ് റെലവൻ്റ് ആണ്, എല്ലാ കാര്യങ്ങളിലും അപ് ടു ഡേറ്റ് ആണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാക്ടിക്കൽ ടെസ്റ്റാണത്. അതിന് പക്ഷേ നമ്മൾ ന്യൂസിലൻഡ് വന്നേ പറ്റത്തുള്ളൂ. അപ്പം രജിസ്ട്രേഷൻ എടുക്കുക. ഇപ്പം ഇൻ്റർനാഷണലി ആയിട്ടുള്ള ആൾ ഓസ്ട്രേലിയക്ക് വരാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസിലൻഡ് പോയി ചെയ്യേണ്ടത്
നമ്മൾ കോമ്പീറ്റൻസ് അസസ്മെന്റ് എഴുതേണ്ടതുണ്ട്. പക്ഷേ അതിനൊരു എക്സംഷൻ ഉണ്ട്. അതായത് എല്ലാ ഇന്റർനാഷണലി വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്കും എല്ലാ ഓവർസീസ് നഴ്സുമാർക്കും വരേണ്ടതില്ല. അപ്പം ഇവരിതെങ്ങനെ അസസ് ചെയ്യേണ്ടത്, ആരൊക്കെ വരണം വേണ്ട എന്നറിയണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെൽഫ് അസസ്മെന്റ് ടൂൾ അവർ അവരുടെ വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. അപ്പം ആ ടൂൾ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളിത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഈ കോമ്പീറ്റൻസ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 2 പാർട്ടുണ്ട്. ആദ്യത്തേതാണ് തിയററ്റിക്കൽ എക്സാമിനേഷൻ. സോ തിയററ്റിക്കൽ എക്സാമിനേഷൻ നമുക്ക് ഓൺലൈൻ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഈ ഓൺലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോമ്പീറ്റൻസ് അസസ്മെന്റിന്റെ ആദ്യത്തെ പാർട്ടായ തിയററ്റിക്കൽ എക്സാമിനേഷനെ പറ്റി ഞാൻ പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഓൺലൈൻ എക്സാം ആണ്. അത് ഒന്നെങ്കിൽ നമുക്ക് ന്യൂസിലൻഡിൽ പോയി എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് അവിടെയുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സെന്ററുകളിൽ പോയി എഴുതാം. നമുക്ക് വീട്ടിൽ വെച്ച് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അക്രഡിറ്റഡ് ടെസ്റ്റ് സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ PSNU പോലെയുള്ള ടെസ്റ്റ് സെന്ററുകളാണ്. അവിടെ പോയാണ് നമ്മൾ എക്സാമിനേഷൻ എഴുതേണ്ടത്. സോ ഈ എക്സാമിനേഷന് 3 മണിക്കൂർ നീണ്ട ഒരു എക്സാം ആണ്. ഇതിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പാർട്ട് എ, പാർട്ട് ബി, അങ്ങനെ 2 പാർട്ടുണ്ട്. അപ്പം ഈ പാർട്ട് എ എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിക്കേഷൻ സേഫ്റ്റി ആണ്. ബേസിക്കലി അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് ബിയിൽ വരുന്നത് നഴ്സിംഗ് നോളേജ് അവർ നമ്മുടെ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം നമുക്ക് എത്ര അറ്റംപ്റ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് 3 അറ്റംപ്റ്റ്സ് വരെ പോകാം. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാർട്ട് എയും പാർട്ട് ബിയും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ എക്സാം എഴുതി പാർട്ട് എ പാസ്സായി പാർട്ട് ബി ആണ് ഫെയിൽ ആയതെങ്കിൽ നമുക്ക് പാർട്ട് ബി മാത്രം റീസിറ്റ് ചെയ്താൽ മതി. 2 പാർട്ടും വീണ്ടും ഫുൾ എഴുതേണ്ട കാര്യമില്ല. അതാണ് ഇതിനുള്ള ഒരു ബെനിഫിറ്റ്. ഈ തിയററ്റിക്കൽ എക്സാമിന്റെ കോസ്റ്റ് വരുന്നത് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇരിക്കുമ്പം $140 ആണ്. ഇനി നിങ്ങൾ റീസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ട് എ ആണ് റീസിറ്റ് ചെയ്യുന്നതെങ്കിൽ $32 പാർട്ട് ബി ആണ് റീസിറ്റ് ചെയ്യുന്നതെങ്കിൽ $108 ആണ് ഫീസ് വരുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് തിയററ്റിക്കൽ എക്സാമിനേഷൻ ആണ്. അതൊരു ക്ലിനിക്കൽ കോമ്പീറ്റൻസ് അസസ്മെന്റ് ആണ്. നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽസ് ആൻഡ് നോളേജ് ആണ് അവർ നോക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു 2 day പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തിൽ അവർ 2 ദിവസമാണ് പറയുന്നത്. അതിൽ അവർ ചെയ്യുന്നത് അവർക്ക് ആദ്യം ഓറിയന്റേഷൻ തരും. അത് കഴിയുമ്പോൾ നമ്മളെ ഈ എക്സാമിന് വേണ്ടി അവർ തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്യും. ഈ 2 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വേറൊരു സെപ്പറേറ്റ് ഡേയിൽ ഒരു 3 മണിക്കൂർ നീണ്ട കോമ്പീറ്റൻസ് എക്സാം, പ്രാക്ടിക്കൽ എക്സാം ആണ് വരുന്നത്. ഈ എക്സാമിന് OSCE എന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഈ OSCE എക്സാമിൽ 10 സിനാരിയോ സ്റ്റേഷൻസ് ആണ് ഉള്ളത്. UK നമുക്ക് OSCE എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവർക്കറിയാം. അവിടെയും സെയിം ആയിരുന്നു. അപ്പോൾ പുതിയത് വെച്ച് എനിക്കൊന്ന് 10 തോന്നുന്നു. ഞങ്ങൾ എഴുതിയ സമയത്ത് 6 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. എനിവേ 10 സിനാരിയോ സ്റ്റേഷൻസ് ഉണ്ട്. ഇത് 120 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഒരു സിനാരിയോയ്ക്ക് ഒരു സ്റ്റേഷൻ അവർ തരുന്നത് 12 മിനിറ്റ് ആണ്. അതിൽ 2 മിനിറ്റ് നമുക്ക് ആ തരുന്ന ഇൻസ്ട്രക്ഷൻസും ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കാൻ വേണ്ടിയുള്ള ടൈം, 8 മിനിറ്റ് അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കാനുള്ള ടൈം, ബാക്കിയുള്ള 2 മിനിറ്റ് നമുക്ക് സ്റ്റേഷനുകൾ തമ്മിൽ മൂവ് ചെയ്യാനുള്ള ടൈം. ഇങ്ങനെയാണ് ഇവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എക്സാം നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായില്ലെങ്കിൽ അവർ റീസിറ്റ് ചെയ്യാൻ നമുക്ക് 2 ചാൻസും കൂടെ തരും. മാക്സിമം ടോട്ടൽ 3 ചാൻസ് ആണുള്ളത്. അതിനുള്ളിൽ പാസ്സാവണം, ഇല്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ആ പ്രിപ്പറേഷൻ ആൻഡ് ഓറിയന്റേഷൻ, ആ കോഴ്സിന് മാത്രം അവർ പറയുന്ന ഫീസ് $500 ആണ്. എക്സാം OSCE എക്സാമിൻ്റെ ഫീസ് എന്ന് പറയുന്നത് $3000 ആണ്. എക്സാം റീസിറ്റ് ചെയ്യണമെങ്കിലും $3000 തന്നെയാണ് ഫീസ്. ഓക്കെ, അപ്പോൾ ഇനി ആർക്കൊക്കെ ഈ കോമ്പീറ്റൻസ് അസസ്മെന്റ് വേണം, ആരൊക്കെ നമ്മൾ ഈ OSCE എക്സാമും തിയററ്റിക്കൽ എക്സാമും എഴുതണം? അപ്പോൾ അതിൻ്റെ സെൽഫ് അസസ്മെന്റ് ടൂളിൽ കൂടെ ഞാനൊന്ന് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് ഐ ആം കറൻ്റ്ലി രജിസ്റ്റേർഡ് നേഴ്സ് വിത്ത് എൻ ഓവർസീസ് റെഗുലേറ്റഡ് അതോറിറ്റി. ആണോ അല്ലേ, നിങ്ങൾ രജിസ്റ്റേർഡ് ആണോ ഓവർസീസിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓവർസീസിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ എസ് അടിച്ചു. മൈ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ദാറ്റ് ലെഡ് ടു രജിസ്ട്രേഷൻ വാസ് കംപ്ലീറ്റഡ് ഇൻ വൺ ഓഫ് ദ ഫോളോയിങ്: USA, UK, അയർലൻഡ്, സിംഗപ്പൂർ, ബ്രിട്ടീഷ് കൊളംബിയ ഓർ ഒണ്ടാരിയോ പ്രൊവിൻസസ്, കാനഡ. നിങ്ങളുടെ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ, നിങ്ങൾ നേഴ്സിംഗ് പഠിച്ചത് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യത്താണോ? ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ: ഐ ഹാവ് വർക്ക്ഡ് ആസ് എ രജിസ്റ്റേർഡ് നഴ്സ് ഫോർ അറ്റ്ലീസ്റ്റ് 1800 hours ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം കൺട്രിയിൽ ഇൻ ദ ലാസ്റ്റ് 10 years, ലാസ്റ്റ് 10 വർഷത്തിനുള്ളിൽ 1800 മണിക്കൂർ ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എസ് അടിക്കാന്ന് വിചാരിക്കാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ചോദിച്ചത് നിങ്ങൾ രജിസ്റ്റേർഡ് ആയിരുന്നോ,
രണ്ടാമത്തേത് നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യത്താണ് നിങ്ങൾ പഠിച്ചത്, നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യത്ത് നിങ്ങൾ 1800 മണിക്കൂർ 10 വർഷത്തിനുള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓസ്കി എക്സാമും തിയറട്ടിക്കൽ എക്സാമും എഴുതണ്ട. ഓക്കെ. ഇനി ഒന്നുകൂടെ ഞാൻ വീണ്ടും ചെയ്യാം. നമ്മൾ ഓൾറെഡി ഓവർസീസിൽ രജിസ്റ്റേർഡ് ആണ്. എന്നാൽ നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ വാസ് നോട്ട് കംപ്ലീറ്റഡ് ഇൻ USA, UK, അയർലൻഡ്, സിംഗപ്പൂർ, ബ്രിട്ടീഷ് കൊളംബിയ ഓർ ഒണ്ടാരിയോ. നമ്മൾ നഴ്സിംഗ് പഠിച്ചത് ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. ഞാൻ അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി ചോദിക്കുന്നത്, ഐ ഹാവ് എ ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ് ഓർ മാസ്റ്റേഴ്സ് ദാറ്റ് ലെഡ് ടു മൈ രജിസ്ട്രേഷൻ ആസ് എ നഴ്സ് ഓവർസീസ്. നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ട്. നോർമൽ BSc അല്ലെങ്കിൽ നിങ്ങൾ MSc ഉള്ള ആളാണ്. I have completed at least 1800 hours of work as a registered nurse. എവിടെയെങ്കിലും ഒരു നഴ്സായിട്ട്, രജിസ്റ്റേർഡ് നഴ്സായിട്ട് 1800 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ യു വിൽ ഹാവ് ടു കംപ്ലീറ്റ് ദിസ് കോമ്പറ്റൻസ് എക്സാം. നിങ്ങൾ എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ. ഇനി ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. BSc ഇല്ലാത്ത ആളാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് അതും കൂടെ നോക്കാം. I do not have a bachelor degree in nursing or higher that led to my registration as a overseas nurse. അടുത്ത ചോദ്യം, I have an overseas nursing qualification such as diploma, not a degree or higher. ഇങ്ങനെ ഒരു ഡിപ്ലോമ ഉള്ള ആളാണ്. അതിനുശേഷം നിങ്ങൾ I have completed at least 1800 മണിക്കൂർ, നിങ്ങൾ 1800 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും. The answers you have given indicate that your nursing qualification must be assessed by Nursing Council assessors to confirm if it meets the standard for an educational equivalence before you may be eligible. അതായത് നിങ്ങളൊരു GNM ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള ഒരു അസസ്സർ വന്ന് ഇത് അസസ് ചെയ്ത് അവരത് കൺഫേം ചെയ്യണം ഈ ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷനുമായിട്ട് മാച്ച് ചെയ്ത് പോകും എന്ന്. ഇനിയിപ്പോൾ അവർ അസസ് ചെയ്ത് നോക്കിയിട്ട് രണ്ടുമായിട്ട് ബാലൻസ് ചെയ്ത് പോകത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിരിക്കില്ല. പക്ഷേ then it's unlikely you will be eligible for registration as a registered nurse, but you may be able to be registered as an enrolled nurse. നമ്മുടെ നാട്ടിലെ ഡിപ്ലോമയുള്ള അല്ലെ GNM ഉള്ള നഴ്സുമാർക്ക് എൻറോൾഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഫുൾ ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ പറ്റത്തില്ല. അപ്പം ചാൻസ് ഉണ്ട്, ഇല്ലെന്നല്ല. ഇതാണ് അസസ്സർ അസസ് ചെയ്ത് അവർ പറയുന്ന ആൻസർ പോലെ ഇരിക്കും. അതാണ് കാര്യം. അപ്പം ചുരുക്കം പറഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ UK ഒരു നേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലുള്ള നേഴ്സ് ആണെങ്കിൽ, നിങ്ങളുടെ നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞ കൺട്രീസിൽ നിന്നൊന്നും എടുത്തതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഓസ്കി എഴുതണം. ഓസ്കി അല്ല, അതുപോലെ തന്നെ തിയറട്ടിക്കൽ എക്സാമും എഴുതിയേ പറ്റൂ. അതുപോലെ നിങ്ങൾ ഇപ്പം നഴ്സിംഗ് എഡ്യൂക്കേഷൻ നിങ്ങൾ പുറത്താണ് പഠിച്ചത്, നമ്മൾ പറഞ്ഞ കൺട്രീസിൽ ഏതെങ്കിലും ആണ്, എവിടെ വെച്ചെങ്കിലും ആണ് പഠിച്ചതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓസ്കി എഴുതേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആകെ ഇടയ്ക്ക് ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടെ വന്നത് സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ GNM ആയിട്ടുള്ള ആളുകൾക്കും അങ്ങനെയുള്ള ആളുകൾക്കും ചാൻസ് ഉണ്ട് എൻറോൾഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് നഴ്സിംഗ് കൗൺസിൽ സൈറ്റിൽ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂസിലൻഡ് പാത്വേയിൽ വന്ന മാറ്റങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക.